നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കല്ലാച്ചിയിൽ അനുഭവപ്പെട്ട മിന്നൽ ചുഴലിയിൽ റിപ്പോർട്ട് ചെയ്തത് വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും മിന്നൽ ചുഴലിയുണ്ടായി. കനത്ത മഴയിൽ മലയോര മേഖലകളിലടക്കം വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വിവിധ ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 9-ാം വളവിന് താഴെ റോഡിലേക്ക് പാറക്കല്ലുകൾ പതിച്ചതിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി. ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്യാൻ ശ്രമം തുടങ്ങി. 4-ാം വളവിൽ റോഡിലേക്ക് മരം വീഴുകയായിരുന്നു. ചുരം സംരക്ഷണ പ്രവർത്തകർ മരം മുറിച്ചു മാറ്റി. പാലക്കാട് പലയിടത്തും നെൽപ്പാടങ്ങൾ വെള്ളത്തിനടിയിലായി. കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്ത് നീളംപാറ കമലയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണു. അർദ്ധരാത്രിയാണ് സംഭവം. ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. കുട്ടികളടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കോഴിക്കോട് വിലങ്ങാട് മരം വീണ് വീട് തകർന്നു. വിലങ്ങാട് സ്വദേശി ജലജയുടെ വീടാണ് തകർന്നത്. പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. മാവൂരിലും കനത്ത കാറ്റാണ് നാശനഷ്ടമുണ്ടാക്കിയത്. കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകൾ തകരുകയും ചെയ്തു. ഇതിനു പുറമെ മാവൂരിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. അതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. തുടർച്ചയായി 2-ാം ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരത്ത് വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി ലൈനുകൾ തകർന്നുമാണ് ഏറെ നാശനഷ്ടമുണ്ടായത്. പുലർച്ചെ 1-ഓടെയാണ് ഈ ചുഴലിക്കാറ്റിന് സമാനമായ ശക്തമായ കാറ്റ് വീശിയടിച്ചത്. നാദാപുരം ടൗണിനോട് ചേർന്ന് സംസ്ഥാന പാതയിലേക്ക് മരം കടപുഴകി വീണു. ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ പരിസരത്തായിരുന്നു സംഭവം. ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. നാദാപുരം ആവുലം ചീറോത്തുമുക്കിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. വൈദ്യുതി ലൈൻ പൊട്ടി വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതിന് പിന്നാലെയാണ് വീണ്ടും നാശനഷ്ടമുണ്ടായത്. തുടർച്ചയായി ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ നാട്ടുകാരൊക്കെ ഭീതിയിലാണ് കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ നാദാപുരം മാവൂർ കല്ലാച്ചി മേഖലയിൽ കനത്ത മഴയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗ്രഹനാഥന് ദാരുണാന്ത്യം. ആലപ്പുഴ മാരാരിക്കുളത്ത് കനത്ത മഴയിലും കാറ്റിലും ട്രാക്കിൽ വീണ മരം നീക്കി. കോഴിക്കോട് മലയോര മേഖലകളിലും കനത്ത മഴ തുടരുകയാണ്. താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാത്രിയിൽ അതിശക്തമായ മഴയാണ് ഉണ്ടായത്. കനത്ത മഴയിൽ ചാലക്കുടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലക്കുടി അണ്ടർപാസിൽ വെള്ളം കയറി. പാലക്കാട് പലയിടത്തും നെൽപ്പാടങ്ങളും വെള്ളത്തിനടിയിലായി. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രി യാത്ര നിരോധിച്ചു. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു. തോട്ടം മേഖലയിലെ പുറം ജോലികൾക്കും നിയന്ത്രണമുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ തൽക്കാലം വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല. എറണാകുളം ജില്ലയിൽ മലയോര പ്രദേശങ്ങളിലുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. കണ്ണൂരും വയനാടും അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. കോട്ടയത്തും എറണാകുളത്തും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. കോട്ടയം കുറിച്ചിൽ വീട് ഇടിഞ്ഞു വീണു. കുറിച്ചി പുത്തൻ കോളനി കുഞ്ഞൻ കവല ശോഭ ഷാജിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വീടിന്റെ ഭിത്തിയും മതിലും അടക്കം ഇടിഞ്ഞു വീണു. 6 പേരാണ് ഈ സമയം വീട്ടിൽ താമസിച്ചിരുന്നത്. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കോട്ടയം ജില്ലയിൽ 2 ദിവസത്തിനുള്ളിൽ 172 വീടുകൾക്കാണ് ഭാഗികമായ നാശനഷ്ടമുണ്ടായത്. മെയ് 24 മുതൽ പെയ്ത കാറ്റിലും മഴയിലും 534 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. എറണാകുളം ജില്ലയിൽ 2 ദിവസത്തിനിടെ 19 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. ഒരു വീട് പൂർണ്ണമായും തകർന്നു. പറവൂർ താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ജില്ലയിൽ മഴയ്ക്ക് ഭാഗിക ശമനമുണ്ട്. ഇടുക്കിയിലും തുടർച്ചയായി പെയ്ത മഴയ്ക്ക് ശമനമുണ്ട്. ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ഖനനം, തോട്ടം മേഖലയിലെ ജോലികൾ എന്നിവയ്ക്ക് നിരോധനം തുടരുകയാണ്. പൊന്മുടി, കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കുന്നത് തുടരുകയാണ്. കോഴിക്കോട് കട്ടിപ്പാറയിൽ ഇന്നലെ കല്ലിടിഞ്ഞു വീണ മണ്ണാത്തിയത്ത് മലയിൽ ജാഗ്രത തുടരുന്നു. കണ്ണൂരിൽ ശക്തമായ മഴ തുടരുകയാണ്. ആറളം, കക്കുവ പുഴയിലും ബാവാലി പുഴയിലും കുത്തൊഴുക്ക് ശക്തമായതോടെ പുനരധിവാസ മേഖലകളിലും വെള്ളം കയറി. ബ്ലോക്ക് 13, 11 എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 50ഓളം കുടുംബങ്ങളെയാണ് ഇന്നലെ രാത്രി തന്നെ നാട്ടുകാർ ചേർന്ന് മാറ്റിയത്. മാങ്കൂട്ടം ചുരത്തിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. പമ്പ, അച്ചൻകോവിൽ, കക്കാട് നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. കക്കി ആനത്തോട് ഡാമിൽ ജലനിരപ്പ് നീല മുന്നറിയിപ്പ് നിലയായ 973.36 മീറ്ററിലെത്തി. പമ്പ, കക്കാട് നദികളെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ: പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ
കാഴ്ചമകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്കുണ്ടാകാം. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുത തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കുവാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശനഷ്ടമുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. നിർദ്ദേശങ്ങളായി പറയുന്നത്: ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലയിലേക്ക് തുടരുക. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ഡാമുകളും തുറന്നിട്ടുണ്ട്. ബാണാസുര സാഗർ, പെരിങ്ങൽകുത്ത്, കക്കയം, ചുള്ളിയാർ, മാട്ടുപ്പെട്ടി, ഷോളയാർ, തെന്മല, പരപ്പാർ, പീച്ചി, പഴശ്ശി ഡാമുകൾ തുറന്നു. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്റർ ഉയർത്തും. 61 ക്യൂബെക്സ് വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. നിലവിൽ 2, 3 നമ്പർ ഷട്ടറുകളും കൂടി 60 സെന്റിമീറ്ററായി ഉയർത്തി സെക്കൻഡിൽ 48.8 ക്യൂബെക്സ് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കി വിടുകയാണ്. കരമാൻ തോട്, പനമരം പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. പഴശ്ശി ഡാമിന്റെ 13 ഷട്ടറുകൾ 3 മീറ്റർ വീതവും ഒരു ഷട്ടർ 2.5 മീറ്ററും ഉയർത്തി. നിലവിലെ ജലനിരപ്പ് 23.10 മീറ്ററാണ്. ഡാമിന്റെ താഴെ ഭാഗത്ത് ഇരു കരകളിലുമുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകളും നിലവിൽ 8-ന് തുറന്നിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തി. ഇന്ന് രാവിലെ 8 മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തും. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിൽ തോതിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരുവാൻ സാധ്യത ഉള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.